ഹലോ ഗൈസ്, അപ്പം നമ്മളിതാ മൈക്കും പിടിച്ച് ഇന്ന് മുതൽ വീണ്ടും വ്ളോഗ് തുടങ്ങുകയാണ്. അപ്പം നമ്മളിതാ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. എവിടെയാടാ? കറാമ സ്പൈസി നല്ല മന്തി. അപ്പോൾ ഗൈസ്, ഇന്നത്തെ പരിപാടികൾ എന്താണെന്ന് വെച്ചാൽ ഒരു പരിപാടിയില്ല. ഇന്ന് നമുക്ക് വർക്ക് ഫ്രീ ആണ്. പക്ഷേ നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്, മീറ്റിംഗ് ഉണ്ട്, സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ പോകണം. അതിന് മുമ്പ് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാലത്ത് നല്ല ഹെൽത്തി ഫുഡ് കഴിച്ചു. അപ്പോൾ ഇപ്പോൾ വന്നിട്ട് ഞാൻ ചിക്കൻ മാത്രം കഴിക്കുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷെ മന്തി കണ്ടപ്പോൾ മന്തി കഴിക്കാൻ തോന്നി. നമ്മൾ ഇന്നു മുതൽ ബ്ലോഗിങ്ങിനെ കാര്യമായി എടുത്തു തുടങ്ങിയിരിക്കുന്നു. ഞാൻ എൻ്റെ രീതിയിൽ തന്നെ സംസാരിക്കുന്നു. ഞാൻ എങ്ങനെയാ കാലത്ത് എണിച്ച് ഭയങ്കര ഗൗരവമായിരിക്കും സൗണ്ടിന്. കുറച്ച് കഴിഞ്ഞ് ശരിയാവും. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ ഭയങ്കര കാര്യമായിട്ട് എടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യണ്ടെങ്കിലും നിങ്ങളെല്ലാവരെയും അറിയിക്കാൻ പോവാണ്. നിങ്ങൾ പറയണം. അതെ, എനിക്ക് ആകെ പറയാനുള്ളത് കാശ് കൊടുത്ത് ഫുഡ് കഴിക്കണമെന്നാണ് ഗൈസ്, എന്നോടും കൂടിയിട്ട്. കേട്ടാ? ഓക്കെ. താങ്കൾ എന്താ ഒന്നും ഉണ്ടാത്ത? ഡേറ്റിംഗ് അത്ര സോറി, തെറ്റിപ്പോയതാ. എന്തോരാ ഒന്നും എനിക്കിത് 2 സൂപ്പ് കൊണ്ട് തന്നിരിക്കുന്നു. ഒരു സൂപ്പ് എക്സ്ട്രാ. നിങ്ങൾക്ക് ഇവരെയൊക്കെ പരിചയപ്പെടുത്തണ്ടേ? ഇതാണ് ധനിൽ ശിവറാം എന്ന് പറയും. ഇത് വൈബ് തിങ് അജു എന്ന് പറയും. ഇത് അജു ബ്ലാക്കി അജു എന്ന് പറയും. ഇത് അജ്മൽ അജു എന്ന് പറയും. നീ അധികം സിനിമോട്ടോഗ്രാഫർ ആവല്ലേ? എനിക്ക് അങ്ങനെ ഒരു വിചാരമില്ല. പക്ഷെ എന്താ സംഭവം അറിയോ, ഇവൻ കാണിക്കുന്ന മണ്ടത്തരങ്ങൾക്ക് ഞാൻ എപ്പോഴും അവനെ ചീത്ത പറയും. അതായത് ഒരു വ്ളോഗ് ഞാൻ പറയട്ടെ അത്. അതെ, അപ്പോൾ ഒരു വ്ളോഗ് എടുക്കാൻ കൊടുത്തപ്പോൾ അവനത് സിനിമോട്ടോഗ്രാഫി ആയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടെ പോയിട്ട് അങ്ങോട്ട് പോകുന്നു. നമ്മളിതിൽ പാട്ടും ടോണൊന്നും ഇടുന്നില്ല. ഇത് നമ്മുടെ ഓരോ സംസാരങ്ങൾ മാത്രം മതി. മനസ്സിലായ? ഇത് കിട്ടണ്ട ബ്ലർ വല്ലാണോ? മറ്റുള്ളവരല്ല, നിന്നെ. ഇനി ഇവനെ ഔട്ടാക്കട്ടെ നമുക്ക്. ഓക്കെ, നോക്കട്ടെ, നമുക്ക് സൂപ്പ് കുടിച്ചോട്ടെ. അടിപൊളി. ചൂട് പോണതിന് മുമ്പ് കുടിച്ചോ. ഇനി വേറെ കാര്യം പറയട്ടെ, ഇന്ന് മുതൽ ഇവൻ ഡേറ്റിങ്ങിലാണ്. അതെങ്ങനെയുണ്ട് ആ സാധനം ഇന്നലത്തെ വേറെ സ്റ്റോറി? രണ്ടുപേരും തിരിച്ചായതിട്ട് എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല വീട്ടിൽ പോകാൻ വേണ്ടിട്ടേ. ഞാൻ ആ വീഡിയോസ് അതിനെ വെച്ചാൽ അതൊന്നും എടുപ്പിക്കട്ടാ. എന്നിട്ട് ഇവനെ കൊണ്ട് ഡയലോഗും പഠിപ്പിച്ചിട്ട് പറഞ്ഞോ. ബ്ലാക്കിക്ക് എന്തോ പറയാനുണ്ട്, പറഞ്ഞോളൂ. ഇത് ഞങ്ങളുടെ കൊച്ചിനിഫ പാവാണ്, വയറൊക്കെ കണ്ടില്ലേ, കുട്ടികളെ മനസ്സാ. ആ അതെ അതെ. പിന്നെ ധനിലിനെ കുറിച്ച് പറയാന്ന് വെച്ചാല് സുന്ദരനാണ്, ഭയങ്കര വായെടുത്ത നുണ പറയുന്ന ഒരാളുണ്ട്, ക്യാമറ പിടിച്ചിരിക്കെ. ബാക്കി ധനിൽ പറയും. ഈ കരാമയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. കരാമുള്ള എല്ലാ കടയും ബ്ലാക്കിയുടെ ആരെങ്കിലും ആയിരിക്കും. സോറി, അജ്മൽ ഷാഹിമിന്റെ കടകളായിരിക്കും കൂടുതലും. മാമ, ഇക്ക എവിടെയെങ്കിലും പോയ വെറുതെ ഒളിച്ചിക്കണൊക്കെ കാണാം. എന്താ, അയ്യോ എൻ്റെ മാമാന്ന്. BMW, ബെൻസ്, റോൾസ് റോയ്സ് കാറുകൾ കണ്ടാലാണ് പ്രത്യേകം കൂടുതലും ഉണ്ടാവുക. അയ്യോ റോൾസ് റോയ്സ് എന്നെ കണ്ടു പെട്ട് വീട്ടിറങ്ങി അത് പിന്നെ പറയാ. അപ്പൊ ഇവനെ ഇങ്ങനെ വെറുതെ നടക്കുന്നുണ്ട്. ധനിൽ ഒരു ദിവസം ധനിലിന്റെ ഓഫീസിൽ ജോലി കൊടുത്തിട്ട് ജോലിക്ക് കയറി. ഫസ്റ്റ് ദിവസം ജോലിക്ക് കയറി. പറയട്ടെ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഒരു ദിവസം ഇവൻ ബിസിനസ്സൊക്കെ തുടങ്ങി. പക്ഷെ ബിസിനസ് ചെയ്യാൻ അറിയണമെങ്കിൽ കുറച്ച് ബുദ്ധിയൊക്കെ വേണ്ടേ. അങ്ങനെ ഒരു ദിവസം പോയി ഓഫീസിലിരിക്കാൻ പറഞ്ഞിട്ട് ഇവൻ കൊണ്ടുപോയി. ഓഫീസിൽ എന്നിട്ട് ധനിലിന് പനിയായി പോയില്ല. അപ്പം ഉണ്ട് പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ ആ ചേച്ചിമാരും അവിടുത്തെ പിള്ളേരുകളും എല്ലാവരും വന്നിട്ട് ധനിലിൻ്റെ അടുത്ത് ഇടാ, നിന്റെ കൂട്ടുകാരൻ ഇത്ര വലിയ സംഭവമായിരുന്നു അല്ലേ, എന്തേ
അല്ല, അവൻ നാട്ടിൽ സ്വന്തമായിട്ട് 22-ാം വയസ്സിൽ 5 കോടിയുടെ വീട് വെച്ചെന്നൊക്കെ അവൻ തള്ളിയിട്ടുള്ള അവിടെ. അതും ഫിലിപ്പീനുകളുടെ ഇത്. അപ്പോൾ ഞാൻ ഇത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. പിന്നെ കൂട്ടുകാരനല്ലേ വെച്ചിട്ട് ഒന്നും മിണ്ടിയില്ല. പക്ഷെ മുഖത്തെ ഭാവമാറ്റം അവർക്ക് മനസ്സിലായി. അപ്പോൾ അവർ ചോദിച്ചു ഇത് തള്ളാണല്ലേ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു തള്ളൊന്നല്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അവന് ക്യാഷൊക്കെ ഉള്ള വീട്ടിലെ ചെക്കനാണ്, അടിപൊളിയാണ്. ഓക്കെ. പിന്നെ അവൻ പറഞ്ഞല്ലോ അവന് ബിസിനസ്സാണ്, ഞാൻ ഇവിടെ വന്നിരിക്കേണ്ടവനൊന്നല്ല, ഇതിൻ്റെ മുതലാളി എന്തോ ഹെൽപ്പ് ചോദിച്ചപ്പോൾ അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വന്നതാന്നൊക്കെ പറഞ്ഞു. അത് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്കൊരു ഡൗട്ട് തോന്നിയത്. റൂമിന്റെ പൈസ പോലെ കൊടുക്കാല്ലേ എവിടെയല്ലേ അച്ഛ കൊടുക്കണേ, ഓന കൊടുത്തുന്നല്ലേ. അങ്ങനെ നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞില്ല, അങ്ങനെ കുഴപ്പമൊന്നുമില്ല, ഇടയ്ക്കൊരു നോണയൊക്കെ പറയും, എന്നാലും പാവാണ് എന്നൊക്കെ പറഞ്ഞു. അതന്നെ പിറ്റേ ദിവസം മുതൽ വന്നിട്ടില്ല, കാരണം പെമ്പിളേരൊക്കെ നോക്കിച്ചിരിക്കാം. സിറ്റി വകിൽ പോലെ ഫുഡ് വന്നിട്ട് വ്ളോഗ് തുടങ്ങാന്ന് പറഞ്ഞതാണ്. ഫുഡ് കഴിഞ്ഞു ഗൈസ്. കാരണം എന്താ അറിയോ, നല്ല വിശന്നിട്ട്. അപ്പൊ ഗൈസ് നമ്മൾ ഇതാ പുറത്തിറങ്ങി. ഇവിടെ ഇപ്പൊ എത്രയുടെ ഡിഗ്രി? 51 ഡിഗ്രി. അതൊന്നും നമുക്കൊരു പുത്തിരിയല്ല ഗൈസ്, കാരണം സൺസ്ക്രീൻ മാറി പൊത്തിയിട്ടുണ്ട് നമ്മൾ. ഞാൻ പൊത്തിട്ടില്ല. അപ്പൊ ഗൈസ് മന്തി കഴിച്ചിട്ട് എവിടെയോ പോകണമെന്ന് ചോദിച്ചിരുന്നു. ധനിലിന്റെ റൂമിൽ കയറി കിടന്നുറങ്ങിപ്പോയി. ഇപ്പൊ സമയം 5 മണിയായി. എൻ്റെ വാച്ചില്ല, വിളിച്ച് പറഞ്ഞു, എൻ്റെ ഫോണിൽ നോക്കി പറഞ്ഞു 5:30. അപ്പൊ നേരെ നല്ല ചൂടുണ്ട്. നല്ല ചൂടത്ത് നമ്മൾ എപ്പോഴും മലബാർ ടിഫിനിൽ വന്നിട്ട് ഒരു ചായ കുടിക്കലുണ്ട്. ഇതാണ് നമ്മുടെ കല്ല് ബ്രോ, കരാമയുടെ എല്ലാമയ. ഇതാണ് നമ്മുടെ ഏജ് നല്ല നല്ല മണിക്ക. നമ്മൾ ശരിക്കും പണ്ടായിരുന്നു ബ്ലോഗ് കൂടെ ഉണ്ടല്ലേ. നമ്മുടെ ഒരുപാട് കണ്ടന്റുകൾ ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ. പക്ഷെ നിങ്ങൾക്ക് ഭാഗ്യമില്ല, ഞങ്ങൾക്കും ഭാഗ്യമില്ല. ഇവിടെ ഒരുപാട് കടികളുണ്ട്, വെറൈറ്റി കടിക്കാൻ. ബീഫ് റിബ് പപ്സ്, ഇറച്ചിപ്പത്തില്, चिकन पोड़ा. आप मलयालम सीखा? बोलो मलयालम में दो. मलयालम मलबार टिफिन के बारे में कुछ बोलो. ऐसा नहीं, वो स्नैक्स के बारे में कुछ बोलो. 4 ചായ. ഇവനിങ്ങനെയാ, ഒറ്റയ്ക്ക് ചായ ഓർഡർ ചെയ്യും. പക്ഷെ ഞങ്ങള് പോയിട്ട് 4 ഓനൊന്ന് പോയി പറയും, നമ്മളെ 4. ലാസ്റ്റ് ഒരു ബില്ലും വരും. അപ്പൊ ഞാൻ ഇത്ര തിന്നില്ലല്ലോ, ചായ കുടിക്കില്ല, ഞാൻ കുടിച്ചത് ഓൾറെഡി. സ്നാക്സ് കഴിക്കിട്ടാ. കോഴിക്കോടും ബാംഗ്ലൂരും. പോസ്റ്റിന്റെ അടുത്ത് പോയിട്ട് നോക്കി എന്നെ നോക്കുന്നുണ്ടാ. ഇവനെ കൊണ്ടുപോയല്ലോ ഒരു ദിവസം ബാംഗ്ലൂർ ഫുള്ള് ചില്ലി. എനിക്ക് ഭയങ്കര കണക്ഷൻ എടുത്തുകൊണ്ട് ചർച്ച് സ്ട്രീറ്റില്, ചർച്ച് സ്ട്രീറ്റ് അധികം നിന്നോളൂ തൂണ്ടെടുത്ത്. എന്റെ സൽമാനെ നോക്കാം, പിള്ളേരിൽ എന്നെ നോക്കി ഇത് ചെയ്ത് പ്രാന്തത് ചാടി നോക്കി ആരായാലും നോക്കും. ഞാൻ ഈ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട് ഇപ്രാവശ്യം. ബാംഗ്ലൂർ പോയി കഴിഞ്ഞാല് ആരിബ്രുവിന്റെ തൊപ്പെടുത്ത് കൊടുക്കുന്നത് 5000 ഇബ്രുവിന്റെ തൊപ്പെടുത്ത് കൊടുക്കുന്ന 5000. എന്നോട് എപ്പോഴും പറയുന്നേ ബാംഗ്ലൂർ ഇവിടെ ഇതൊന്നല്ല. തൊപ്പി റിമൂവൽ ചലഞ്ച് വെച്ചിട്ടുണ്ട്. ബാംഗ്ലൂർ പോയിട്ട് ആര് തൊപ്പി എടുത്ത് 5000 രൂപ കൊടുക്കുന്നതാണ് കല്ല് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ചലഞ്ച് തരാം, തൊപ്പി തിരിച്ചു കൊടുക്കരുത്. അവൻ കരയും ഓടിടും, തിരിച്ചു കൊടുക്കരുത്.
ഇതാണ് പഠിക്കൽ ഞാൻ കണ്ടെത്തുന്നത്. അവസാനം അവർ ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ, ഒന്നിക്കുകയാണ്. ഒരു പാവ കുട്ടീനെ പോലും വെറുതെ വിടില്ല. ഇതാണ് ഞാൻ ഇവന്റെ കൂടെ ഒന്നും നടക്കാത്തത്. ഇത് ചായ എത്തി, ചായ റെഡി. ചായ റെഡി, ചായ റെഡി. 5 ലക്ഷം രൂപ 4 ലക്ഷം അല്ല വേണ്ട, 4 ലക്ഷം നല്ല ലക്ഷമാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഒരു കുട്ടിയുടെ അച്ഛനായി വന്ന സാലി ഇതാ. അത് ആദ്യം ഇല്ലല്ലോ. എന്താ പറയാനുള്ളത്? ഇത് ആരും പേജാ? എന്റെ പേര് ഇന്ത്യ പേജല്ലേ? നമ്മളോട് പറഞ്ഞല്ലേ, നമ്മൾ വളരെ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞാണല്ലോ. അതെ, ഒന്നും കൂടി പറഞ്ഞത്. പേജാണ്, പുതിയ പേജാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പെട്ടെന്ന് നമുക്ക്. ഓക്കെ, റൈബാന്റെ ഷോറൂമിൽ പോയിട്ട് മെറ്റയുടെ ഗ്ലാസ് വെച്ച് നോക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ പോകുന്നത് റൈബാന്റെ ഷോറൂമിലേക്ക്. മെറ്റ ഗ്ലാസ് സിൽക്കൺ എടുത്ത അല്ലല്ലോ, വളരെ അടുത്ത് കുറച്ചുണ്ടല്ലോ. റഫി എന്താ ചിരി ഇന്നലത്തെ വീഡിയോയില്? ഇന്നലെ എന്തിനാ ചിരിച്ചേ? സ്കൂളിൽ പോയിട്ടില്ല പറഞ്ഞപ്പോ സത്യത്തില് റഫി സ്കൂളിൽ പോയിണ്ടോ? എടാ ഒന്നുമില്ലെങ്കിലേ ഒരു MBA ഡ്രോപ്പ് ഔട്ടിനോടാണ് നിങ്ങൾ ഈ സംസാരിക്കണം. നിങ്ങളൊരു MBA ഡ്രോപ്പ് ഔട്ടിനോട് സംസാരിക്കേണ്ട ഭാഷയാണത്. ഞങ്ങൾ കാക്കാന്മാർക്ക് ഭാഷ എന്ന് പറയാൻ അറിയിട്ടില്ല. നിന്റെ കാലഘട്ടത്തിൽ ഇവിടെ വന്ന കാക്കല്ലല്ലോ, എന്റെ ഉപ്പാക്കുണ്ട് MBA. അജുന്റെ ഉപ്പാക്കുണ്ട് MBA. അപ്പൊ ഗൈസ്, നമ്മളിപ്പോ പോകാൻ പോകുന്നതെന്ന് വെച്ചാല് വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നി നമുക്കറിയാത്ത കാര്യങ്ങളൊക്കെ മെത്തേനോട് ചോദിച്ചിട്ട് ഇനി അറിയാന്ന്. അപ്പൊ അതിന്റെ ഗ്ലാസ് വെച്ചിട്ട് ഒരുപാട് മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലായിണ്ടാവും. അതിന്റെ ഇടയിൽ അവന്റെ ചളി മെത്താന്നൊക്കെ. ഓക്കെ, അപ്പൊ നമ്മളത് മേടിക്കാൻ ട്രൈ ചെയ്യാൻ പോകുന്നു. എങ്ങനെയുണ്ട് ഇട്ടിട്ട് രസമുണ്ടോന്നും അതിന്റെ സ്പെസിഫിക്കേഷൻസ് എന്താന്നൊക്കെ നമുക്ക് നോക്കാൻ പറ്റും അല്ലേ? റഫി, എന്നിട്ട് ഈ ഗ്ലാസ് മാറ്റിയിട്ട് അത് വെച്ചോ. അതാകുമ്പോ നമുക്ക് ഇഷ്ടമുള്ള ചോദിക്കാം. അതിന്റെ ഹിസ്റ്ററി എടുക്കാൻ പറ്റുമോ റഫി വെച്ചതിന് ശേഷം? നമ്മുടെ അത് നമ്മുടെ ആപ്പ് ഉണ്ടാവും. അങ്ങനെയാണ് പ്രശ്നം റഫി. അല്ല, ആപ്പ് നീ എന്റെ ഫോണിലൂടെ ഓൾറെഡി തായി. അതാണ് നീ ഇപ്പൊ ഓണാക്കി വെച്ച് പോയാൽ നമുക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്ക് ഞാൻ പോണടുത്തൊക്കെ കാണാൻ പറ്റുമോ? അങ്ങനെ ഞാൻ പോയിട്ട് നിങ്ങളെ കാണാറിയോ? നമ്മളെ കൂട്ടത്തിലെ ഏറ്റവും പ്രായമുള്ള ധനിലിന് ഒട്ടും പ്രായം കുറഞ്ഞ എനിക്കും ജാഹിദിനെ നമുക്ക് ഒരേപോലെ ട്രീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഇതില് നമുക്ക് കൂട്ടത്തിൽ നല്ല ഏജ് റഫിക്കാണ്. റഫി നമ്മളെ പൂക്കി പോയാണ്. ഇപ്പൊ ലൈവിലുണ്ടാവും. പൂക്കിനൊന്നും കണ്ടിട്ടില്ലല്ലോ. തൊപ്പി വെച്ചിട്ട് മിന്നുന്ന കുപ്പ എടുത്തിട്ടാ പോയത്. നമ്മളൊക്കെ 90s-ഉം 80s കിഡ്സ് ഒക്കെയാണ് ബാക്കിലുള്ളത്. നീ മാത്രല്ല, നിന്റെ അപ്പുറത്തുള്ള ആള്. അപ്പൊ ഇതിന് പ്രായം പരിധി ഒന്ന് പറയട്ടെ, നമുക്ക് പ്രായം പരിധികളൊന്നും ഇല്ല. നമ്മളപ്പോ എപ്പോഴും ലൈഫില് നമുക്ക് കിട്ടുന്ന ഹാപ്പിനെസ് ഒക്കെ എടുക്കണം, എപ്പോഴും എൻജോയ് ചെയ്യണം. അപ്പൊ നമ്മുടെ ഈ വ്ളോഗുകൾ കണ്ട് നിങ്ങൾക്ക് മോട്ടിവേറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ ധനിൽ ശിവരാമനെ കോണ്ടാക്ട് ചെയ്യുക. പ്രായമായി കഴിഞ്ഞാൽ എങ്ങനെ ചിരിക്കാന്നൊക്കെ അവൻ പഠിപ്പിച്ചു തരും. പ്രായമുള്ളവർക്ക് ചിരിക്കാനുള്ള കോഴ്സ് ചെയ്യുന്നുണ്ട്. ഞാനും എന്റെ പഠിച്ചത്, കാരണം എന്നേക്കാൾ പ്രായം കൂടുതൽ ഇവരാണല്ലോ. മനാഫുക്കാന്നുള്ള സാധനം മാറ്റിട്ട് മനു അഥവാ ഹിറ്റായി കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ പേര്. റഫി പൂക്കി നമ്മള് ദുബായ് മൊത്തം എക്സ്പ്ലോർ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചിട്ടായിരിക്കും. നമുക്കൊരു പണിയായി. ഒരു പണിയില്ലാത്ത കുറച്ച് ആൾക്കാർക്ക് നമ്മൾ കുറച്ച് പണിയും കൊടുക്കും. ഫുൾ പണിയായി, എനിക്ക് അധ്വാനിക്കാനേ നേരമുള്ളൂ. മറ്റേ ഗ്ലാസ് വെക്കുന്നുണ്ട് എനിക്ക് ഞാൻ. മറ്റേ ഗ്ലാസ് അല്ല, മറ്റേ ഗ്ലാസ്.
കാസർഗോഡ് വിവരമില്ലാത്തവരാന്ന് പറയരുത്. ഏറ്റവും കൂടുതൽ വിവരമുള്ള ആൾക്കാരാണ് അവിടെ. പക്ഷെ അവന് വിവരമൊക്കെ ഉണ്ട്. നമ്മുടെ കൂട്ടത്തിൽ എല്ലാവർക്കും വിവരമുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എല്ലാരും കൂടി ഇന്ത്യ അവരൊക്കെ അവിടുന്ന് വാങ്ങിച്ചത്. ഷബാദ് ചില സമയങ്ങളിൽ മാത്രം വെക്കാറുള്ളൂ. അതില് ക്യാമറ മാത്രമല്ല അതിലുള്ളത്. ഇത് കൊറേ ആൾക്കാർ മെറ്റ മേടിക്കുന്ന ക്യാമറ മാത്രം ഉള്ളതെന്ന് വെച്ചിട്ടാ. ക്യാമറ മെറ്റ ഭണ്ഡാരം. അപ്പൊ മെറ്റ നീ കറക്റ്റ് പറയണ്ട. എന്റെ വർത്താനം എല്ലാവരും. താങ്ക് യു സോ മച്ച് ഫോർ ദ പ്രൊനൗൺസിയേഷൻ. അപ്പോ ഗൈസ് ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാന്ന് വെച്ചാൽ നമുക്ക് ഇതിന് ആവശ്യമുള്ള ഇപ്പൊ ഈ വണ്ടി ഞാൻ നോക്കി. ഈ വണ്ടി ഇങ്ങനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി ഏതാ മോഡൽ എന്നൊക്കെ പറഞ്ഞിട്ട് തോന്നുന്നു. മോഡൽ പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്. അതെ, അങ്ങനത്തെ കുറെ എൻസൈക്ലോപീഡിയകൾ എന്റെ കൂടെ ഉണ്ട്. എന്റെ ഏറ്റവും വലിയ എൻസൈക്ലോപീഡിയ ജാവേദ് ഭായിനെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു. ആളെ കാണാനില്ല. ഞാൻ ഇന്ന് നോക്കൊണ്ട് പുതിയ അക്കൗണ്ട് നീ ടാഗ് ചെയ്തത്. അതായത് മറ്റേ ടീഷർട്ട് ഇട്ടിട്ട് മറ്റേ പെട്ടത്തലിയാൻ ടീഷർട്ട് ഇട്ട് ഇങ്ങനെ പണ്ടത്തെ 90s കിഡ് എന്നുള്ളൊരു വീഡിയോ കണ്ടായി. അതിൽ ഞാൻ നോക്കൊണ്ട് നീ കമന്റ് അടിച്ചിട്ടുണ്ട് ഇവന്റ് ജാവേദ് ഭായുടെ പേര്. ജാവേദ് റിയൽ എസ്റ്റേറ്റർ റിയൽറ്റർ. നീ എന്താ ഷോപ്പിലിരിക്കാത്തത്? ഒരു സ്റ്റാഫൊക്കെ വന്നല്ലോ. ഈ കാശിലിരുന്നൂറ് രൂപ നമുക്ക് ചീത്ത കേട്ടോ. അപ്പൊ ഞാൻ നിർത്തി. എന്തിന്? ഞാനൊരു 60 റുപ്യ കോസ്റ്റുള്ള സാധനം 40 റുപ്യക്ക് വിറ്റു. ഡിസ്കൗണ്ട് ആക്കിയതാ. ഡിസ്കൗണ്ട് 20 റുപ്യക്ക്. അത് ഏതെങ്കിലും പെണ്ണുങ്ങൾക്കായിരിക്കും. അങ്ങനെയാണെങ്കിൽ തിരക്കടില്ല. മൊത്തം പുരുഷനാ കൊടുത്തത്. അങ്ങനെയൊന്നല്ല, മോള് വെച്ചോന്ന്. പച്ചക്കറി ഷോപ്പിലാ 40 രൂപ ഞാൻ അവന്റെ കയ്യിൽ നിന്ന് എടുത്ത് വെച്ചിരുന്നു. അല്ല, ഇതൊരു കാക്കാക്കാണ്. ഇത് ഈ സൈഡിൽ എന്റെ മോളിൽ. ഹലോ ഗൈസ്, നമ്മളിപ്പോ ദുബായ് മാളിലെ ഫാഷൻ അവന്യൂവിന്റെ പാർക്കിംഗിൽ എത്തി. ഇവിടെ വരുന്ന എല്ലാവർക്കും അറിയുണ്ടാവും ഇതിന്റെ ഏറ്റവും റൂഫ് ടോപ്പിൽ പോയി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ കിട്ടും. ക്യാമറ കൊണ്ട് ഫോട്ടോ എടുത്ത് വ്യൂ ഒക്കെ പോയി. നല്ലൊരു വ്യൂ ആയി. അപ്പൊ ഇവിടെ വരുന്ന എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഫാഷൻ അവന്യൂവിന്റെ ഏറ്റവും റൂഫ് ടോപ്പിൽ പോയി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ഉള്ള ഒരു സ്ഥലം കിട്ടും. ക്യാമറയിലൊക്കെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അവർ ആ ക്യാമറയും പിടിച്ച് കൊണ്ടുപോകും. ഫോണിലെടുത്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നണം. എനിക്കറിയില്ല കേട്ടോ, നിങ്ങളൊന്നും ചെയ്യണ്ട, ഞാൻ കാണിച്ചുതരാം. ഇതാണ് ഇതിന്റെ റൂഫ് ടോപ്പ്. ലെഫ്റ്റ് പാർക്കിംഗ്. കറക്റ്റ്. അപ്പൊ നമ്മൾ 11ാമത്തെ നിലയിലാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. ദുബായ് അക്വേറിയം ആൻഡ് അണ്ടർ വാട്ടർ സൂ. ഈ 11ാമത്തെ നിലയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? ഇതാണ് റൂഫ് ടോപ്പ്. ഹലോ ഗൈസ്, നമ്മളും പിന്നെ ഒരു ചളീനെയും കൂട്ടിയിട്ട് ദുബായ് മാളിലേക്ക് വന്നിരിക്കുകയാണ്. അവന് ദുബായ് മാള് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത്. അതെ, അതെ, വണ്ടികളൊക്കെ കാണുമ്പോൾ താഴെ ഇരിക്കുന്ന വീഡിയോ ഉണ്ട്, ഞാൻ കാണിച്ചുതരാം. ഗൈസ്, അടുത്തതൊരു ചലഞ്ചാണ്. ഞാനിവിടെ എല്ലാവർക്കും കൊടുക്കാൻ പോവാണ്. ഇത് കണ്ടില്ലേ? ഇതെന്താ വായിക്കുക എന്നുള്ളത് ആണ് അടുത്ത ചലഞ്ച്. ഗൈസ്, ഇതെന്താണ് വായിക്കുക? റഫി ഇതെന്താണ് വായിക്കുക? എന്ത്? അങ്ങനെ പറയാൻ പാടുള്ളത്. എന്നാ പറയ് ഒന്നുകൂടി. ഓക്കെ, ഞാൻ അങ്ങനെ പറയാറില്ല. പറയ് വായിക്കേ. പറയടാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അതും ശരിയല്ലോ അല്ലേ? സോറി ഗൈസ്, എൻ്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ഉണ്ടായി. മലയാളത്തിൽ
അല്ലേ ബ്ലാക്ക് എനിക്ക് ചെറിയ ഫ്രെയിം കസ്റ്റമൈസിങ് ഓർഡർ തന്നെ 15 to 20 days എടുക്കും. കസ്റ്റമൈസ്മെന്റ് നിങ്ങൾക്കിപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഫ്രെയിം ലെൻസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇത് ചൂസ് ചെയ്യാം. ഇതിനകത്ത് ലെൻസ് നമുക്ക് ട്രാൻസിഷൻ വേണമെങ്കിൽ നമുക്കിത് കസ്റ്റമൈസ് ചെയ്യാം. ആ കസ്റ്റമൈസ് ഓർഡർ മാത്രമേ ഇപ്പോൾ പ്ലേസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. മാത്രമല്ല സ്റ്റോക്ക് കംപ്ലീറ്റ് കഴിഞ്ഞു. ഈ ഒരു സ്കൈലർ മാത്രമാണ് അവൈലബിൾ ഉള്ളത്. എലേന, ദിസ് ഈസ് അവൈലബിൾ റൈറ്റ്? How many pieces? സ്കൈലറിൻ്റെ ഈ ഒരു കളർ മാത്രമേ ഇപ്പോൾ അവൈലബിൾ ഉള്ളൂ. ഫീച്ചേഴ്സ് അതൊന്ന് ട്രൈ ചെയ്ത് കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ നോർമൽ ഫോൺ കോൾസ്, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ മൊബൈലിൽ അജ്മലിൻ്റെ നമ്പർ സേവ് ആണെങ്കിൽ എന്നിട്ട് കോൾ അജ്മൽ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് കോൾ വരും. നോ മെത്ത സോറി. അപ്പോൾ അതുപോലെ നമ്മുടെ യൂട്യൂബിൽ ക്യാൻസൽ യൂട്യൂബിൽ നമ്മളിപ്പോൾ നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ ഇതിൽ ഇവിടെ നമുക്ക് കേൾക്കാം. അല്ല ഹാൻഡിൽ ചെയ്യാം, മീൻസ് പാട്ട് ചേഞ്ച് ചെയ്യാം, അല്ല പോസ് ചെയ്യാം, മ്യൂസിക് കേൾക്കാം. ഒരു ടാപ്പ് ഒന്നുകൂടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അത് ഫ്രണ്ടിലോട്ട് നോക്കി കഴിഞ്ഞാൽ വോളിയം കൺട്രോൾ ആണ്. വോളിയം ഇൻക്രീസ് ആക്കുന്നത് ഡിക്രീസ് ആക്കുന്നത്. പിന്നെ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പാട്ട് മാറും. ഡബിൾ ടാപ്പ് പാട്ട് മാറും. ഓക്കെ. പിന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു മ്യൂസിക് ആപ്പ് ബാക്ക്ഗ്രൗണ്ടിൽ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ നെറ്റ് പ്ലേ മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട് പോകും. നമുക്ക് എന്തോ ചോദിച്ചാലും പറഞ്ഞു തരില്ലേ? പറഞ്ഞു ട്രൈ ചെയ്തു. ഹേയ് മെറ്റ എന്ന് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഹേയ് മെറ്റ, ഹലോ. കണ്ടിന്യൂസ് ആയിട്ട് ഓക്കെ, പറയണ്ടല്ലേ. Can you just tell me what is this? again Meta start. Hey Meta, can you just tell me what is this? What is the specification of this? എല്ലാം പറയണ്ടേ കറക്റ്റ്. അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് കസ്റ്റമൈസ് ചെയ്യാം. അതുപോലെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ട്. എൻ്റെ എത്രയാണ്? 0.5. ചെയ്യാം, കസ്റ്റമൈസ് ചെയ്യാം. നമ്മൾ ഈ പറഞ്ഞ കസ്റ്റമൈസിങ് ഓപ്ഷനിൽ അതും ചെയ്യാം. അതല്ലേ. ഇനി പ്രിസ്ക്രിപ്ഷൻ ഇല്ലെങ്കിൽ 0 കസ്റ്റമൈസ് ചെയ്യാം. ഓ, ഓക്കെ. ഇതിന് എത്ര വരുന്നത്? ഞാൻ വിചാരിക്കണം പ്ലെയിൻ മതി, അതാകുമ്പോൾ എപ്പോഴും വെക്കാനല്ലേ. അതല്ലാണ്ട് വേറെ മാറ്റിൻ്റെ ഒന്നുമില്ല? മോർണിംഗ് മാറ്റ് ബ്ലാക്ക് അതല്ല, ഇത് ഷെയ്ഡ്, അതായത് ഇങ്ങനെ രാത്രിയും ഇത്
ഇതിൽ നമുക്ക് ട്രാൻസിഷൻ ചെയ്യാം. ആ കസ്റ്റമൈസ് ചെയ്യുന്ന സമയത്ത് ട്രാൻസിഷൻ ചെയ്യാം. അത് നിങ്ങൾക്ക് ട്രാൻസിഷൻ ഗ്രീൻ വേണോ, ഗ്രേ വേണോ, ട്രാൻസിഷൻ ബ്രൗൺ വേണോ, മൂന്നും ചൂസ് ചെയ്യാം. ആ അതായത് ഇപ്പം നമുക്കത് കാലത്തും വെക്കാം, കാലത്താകുമ്പോൾ ഇതേപോലത്തെ ഷെയ്ഡാവും, ഇങ്ങനെയാവും. ലൈറ്റ്സ് എന്താണെന്ന് ചെയ്യാം. ട്രാൻസിഷൻ ഗ്രേ, ഓ ട്രാൻസിഷൻ ബ്രൗൺ, ട്രാൻസിഷൻ ഗ്രീൻ. ഓ വെയിൽ കൊള്ളുമ്പോൾ ഇങ്ങനെ ആവും അല്ലേ? യു വി സെൻസിറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് ഓസ്ട്രേലിയയിലൊക്കെ നല്ല യു വി ആണ്, ഇവിടെ കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണ്. ഇന്ത്യയിൽ നല്ല യു വി ആണ്. അപ്പം യു വി സെൻസിറ്റീവ് ആണ്. യു വിക്ക് അനുസരിച്ച് ഇത് ഡയറക്ട്നെസ് കൂടും. ഡേ നൈറ്റ് ടൈപ്പ് ആണ്. അതെ, അത് നമ്മൾ കോമൺ യൂസ് ചെയ്യുന്നൊരു വാക്ക് ഡയലൈറ്റ്, ആക്ച്വലി ട്രാൻസിഷൻ. മൂന്ന് കളറുണ്ട്, ഇത് ഗ്രീൻ, ബ്ലാക്ക്, ബ്രൗൺ, ഗ്രേ. ഡേയിലേക്ക് പോകുമ്പോൾ ഗ്രേ ആണ് കോമൺ ആയിട്ടുള്ള. മാത്രമല്ല നിങ്ങൾക്ക് മാറ്റ് ഫിനിഷ് എടുക്കുകയാണെങ്കിൽ അതിക്ക് ഗ്രേ കുറച്ച് ബ്രൗൺ എല്ലാം ഡിഫറൻസ്. നിങ്ങൾ പിന്നെ യൂണീക്ക് ആയിട്ടുള്ള ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇതിപ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ. അതിപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 15 to 20 days. പിന്നെ ട്രാൻസ്ലേഷൻ ഉണ്ട്, ലൈവ് ട്രാൻസ്ലേഷൻ ഉണ്ട്. ഇത് ലൈവ് ട്രാൻസ്ലേഷൻ ലൈവ് ട്രാൻസ്ലേഷൻ ഉണ്ട്. ഇപ്പോൾ ഹെൽമെറ്റ് അപ്പോൾ ലൈവ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ് ട്രാൻസ്ലേഷൻ ഫ്രഞ്ച്, ഇറ്റാലി, സ്പാനിഷ്, ഇംഗ്ലീഷ്. ഇപ്പോൾ ഇനി അപ്ഡേഷൻ വരുന്നുണ്ട്. അപ്ഡേഷനിൽ കുറച്ചുകൂടെ ലാംഗ്വേജസ് ആഡാണ്. വേറെ എന്തെങ്കിലും അപ്ഡേഷനിൽ വേറെ വരുന്നത് അത് ഇതിന് അപ്ഡേഷൻ ഇല്ലേ? അതെ, നമ്മുടെ സെയിം ആപ്പിൽ അപ്ഡേഷൻ വരുന്ന പോലെ തന്നെ അപ്ഡേഷൻ വരുന്നതല്ല നമ്മുടെ മെക്ക ആപ്ലിക്കേഷനിലാണ്. പിന്നെ ഏത് ലാംഗ്വേജ് നിങ്ങൾക്ക് വേണ്ട വെച്ചാൽ അത് ഓൾറെഡി അതിനകത്തൊരു ഓപ്ഷൻ ഉണ്ട്, ഡൗൺലോഡ് ചെയ്ത് വരണം. ട്രാൻസ്ലേഷൻ പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ഹെൽമെറ്റ് ലൈവ് ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് അത് പോകും. അപ്പോൾ ഇതിന് നോക്കാം. ഇതല്ലേ ഹേയ് മെത്ത, ഹൂ ഇസ് ദിസ്? നമുക്ക് എല്ലാവരും പഠിപ്പിച്ചു കൊടുക്കുക ഇതിന്. പറയാന്താവെന്ന് പറഞ്ഞു വെച്ച് ലാസ്റ്റ് റഫി ഇതാക്കിക്കോ, അത് നല്ലത്. ആ ഇതാകുമ്പോൾ ആ ഫ്രെയിം മാറ്റം ചെയ്യാം ഒന്നും വേണ്ട. പാട്ടും വെച്ചിട്ടുണ്ടാണ്. സോറി ഞാൻ കേട്ടില്ല പാട്ട് കേൾക്കുന്നു. ഓരോന്നിൻ്റെ ഓരോന്ന് ഇതിൻ്റെ ഇതിന് എല്ലാത്തിനും ഡിഫറെൻറ്റ് പ്രൈസ് സാർ. ഇത് 1680. ആ പ്രൈസ് ഇത് സ്റ്റാർട്ടിംഗ് പ്രൈസ്. അതെ ഡിസ്കൗണ്ട് ഒന്നുമില്ല, മെറ്റലില്ല. ഇതിന് കൂടെ നിങ്ങൾ ഏതെങ്കിലും ഒരു നോർമൽ സൺഗ്ലാസോ ഫ്രെയിംസോ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ചെയ്ത് തരാം. ഇതിനകത്ത് ഡിസ്കൗണ്ട് ഇല്ല. 20 days പിടിക്കില്ലേ? 20 days സമയം എല്ലാം സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഒരാഴ്ചക്കുള്ളിൽ കംപ്ലീറ്റ് തരുന്നു. പിന്നെ സ്റ്റോക്ക് വന്നത് മീൻസ് ആ ദിവസം തന്നെ സെയിം തന്നെ തീരാണ്. നിങ്ങളന്ന് ലക്ഷ്യം കിട്ടിപ്പോയതാണ്. പാസിൽ ഇവരൊരു നാട്ടിലെത്തിയില്ല. എന്നാലും 11 ഞാനെന്തായാലും വിളിച്ചു പറയാം. ഇൻഷാല്ല വിളിച്ചാൽ നമ്പർ ഇവരെ കയ്യിലുണ്ടല്ലോ. ഓക്കെ, ചാനൽ വാട്സപ്പ് ചെയ്താൽ ശരി. ഓക്കെ. ലബൂബ് എന്ന് പറയുന്ന ഒരു ടോയാണ്. അതിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട്. ഇവിടെ കിട്ടില്ല എന്നാണ് പറയുന്നത് ഗൈസ്. സോ ഗൈസ്, ലബൂബ് ഇറങ്ങിയ സമയത്ത് ഞാൻ നാട്ടിലായിരുന്നു.
പക്ഷെ അതിന് മുമ്പ് നമ്മുടെ കയ്യിൽ ടീഷർട്ട് ഉണ്ടായിരുന്നു, തന്നെ ഇട്ട് നടക്കണ്ടായിരുന്നു. 2 വർഷം മുമ്പ്. അപ്പോൾ സാറൊന്നല്ല. അപ്പോൾ ഗൈസ്, ലെബൂബ് റഫീയുടെ മോൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത് ആദ്യം തന്നെ കരാമ സെൻറ്ററിൽ നിന്ന് 30 റൺസിന് മേടിച്ചു കൊടുത്ത് അത് കൊണ്ടുപോയി കൊടുത്ത് കുട്ടീനെ പറ്റിക്കാന്ന് അവൻ വിചാരിച്ചു. കുട്ടി അപ്പം തന്നെ സ്റ്റോപ്പ് ഇത് തിരിയണില്ലല്ലോ, ഇഡിയറ്റ് ഇറ്റ്സ് ഫേക്ക് എന്ന് പറഞ്ഞിട്ട് വലിച്ചേർന്നത്. കുട്ടികൾക്ക് ബുദ്ധി വെച്ച് എന്താ ഇപ്പോൾ ചെയ്യുക, ആകെ പെട്ട്. അങ്ങനെ ദുബായ് മാളിൽ വന്നിട്ട് നമ്മുടെ ഒരു കൂട്ടുകാരനെ വിളിച്ച് അത് മേടിക്കാൻ പോവാണ് ഒറിജിനൽ. ആദ്യം തല തിരിയാൻ നോക്കണം. ഇതിൻ്റെ ഓണർക്കേ, ഈ ദുബായ് മാളിൻ്റെ ഓണർക്കേ ഒരു ദിവസം 30 മില്യൺ ദിർഹംസാണ് ആളുടെ സാലറി. അല്ല കാശ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, വരുമാനം. എന്താ ചെയ്യേണ്ടത്? ഒരു ദിവസേ ഡെയിലി 30 മില്യൺ എന്താ ചെയ്യാൻ? ആകെ 4 പ്രൊഡക്റ്റ് വിൽക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. 1 ബെഡ്റൂം, 2 ബെഡ്റൂം, 3 ബെഡ്റൂം, 4 ബെഡ്റൂം. 4 ബെഡ്റൂം വില്ലൻ, അതിന് ആകെ 2 കളറുള്ളൂ. എന്നാലും എന്റെതെല്ലാം വിറ്റ് വെക്കുന്നു. ദുബായ് മോളിലില്ലേ, ഇവിടെ ഒരു ചായക്കത്ര നമ്മൾ ഇന്ന് മുതൽ വ്ളോഗ് തുടങ്ങിയതാ. നല്ല ദിവസം. അതെ, ഇവിടെ ഒരു ചായക്കത്ര ഉണ്ടോ ദുബായ് മോളിൽ? ഏകദേശം അറിയില്ല. ഇവിടെ 2 രൂപയ്ക്ക് ചായ ഉണ്ട് ദുബായ് മോളിൽ. ഇവനറിയാം. 2 രൂപ. അല്ല, ഇതിൽ കൂടെ നമ്മൾ എൻട്രി ചെയ്തല്ലേ? ഞാൻ പറയാം, കിഡ്സാനിയ കാണിച്ചു കൊടുക്കാം. ഈ കിഡ്സാനിയ സംഭവം അടിപൊളിയാണ്. ഞാൻ ഇതിൻ്റെ കുറച്ച് ഫോട്ടോസ് ഇട്ടുതരാം. കുട്ടികളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവരാം. അവർക്ക് എന്താ പറയുക, കുറേ ആക്ടിവിറ്റീസും സംഭവങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണിത്. എൻ്റർടൈൻമെൻറ്റ്. കൊള്ളാലേ? ചേച്ചിയാ? I can. So this is the Coca-Cola Monster. There's a 250. This is the sample one. This version 1. Version 2, this one. And the latest one. സൽമാനെ, എടാ, ഇത് ഞാൻ കൊടുത്തിട്ടുണ്ടായില്ലേ ഇവൻ്റെ മോക്ക്. മറ്റൊരു പൂജ്യത്തിൻ്റെ ഒരു കുറവുണ്ടായി. കാറാമത് വാങ്ങിച്ചത്. ഇത് വട്ടത്തിൽ തിരിഞ്ഞ് തിരിച്ചിട്ട് ഒരൊറ്റ. അപ്പൊ ദുബായ് മാളിൽ വന്നിട്ട് ചായ കുടിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ 2 റംസിന് ചായ ഉണ്ട് കേട്ടോ. അത് ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ മതി. കിഡ്സാനിയുടെ നേരെ മുമ്പിൽ. ഇവിടെ ഉണ്ട്. ഞാൻ കുറേ സ്ഥലത്ത് വൈറലായ ഒരു സാധനം കാണിച്ചുതരാം. കുറേ സ്ഥലത്ത് വൈറലായ ഒരു സാധനം വരുന്നത് മാംഗോ അല്ലേ? ഇത് ചൈനീസ് മാംഗോ, പീച്ച് ഫ്ലേവേർഡ് ഐസ്ക്രീം വേണോ? പീച്ച് അത് ഓപ്പൺ ആക്കുന്ന അതിന് ടെക്നോളജി ഉണ്ട്. ടെക്നോളജിയാ ഇത് വലിക്ക്. അൽബേക്കാം അത് വേണമെങ്കിൽ ഉണ്ടാക്കാം. തൃശ്ശൂരാ? തിരുവനന്തപുരം. അപ്പോൾ നമ്മളിങ്ങനെ ദുബായ് മാളിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ചേട്ടൻ വന്ന് നമ്മളത് സാറയിലേക്ക് കൊണ്ടുപോവാണ്. താങ്ക് യു ചേട്ടാ, അല്ലെങ്കിൽ നമ്മൾ നടന്ന് വേണ്ടതിന്. പിന്നെ നമ്മുടെ ചേട്ടന്മാരെല്ലായിടത്തും ഉള്ളതുകൊണ്ട് സെറ്റാണ്. അതെ. അപ്പോൾ നമ്മൾ മറ്റേ എന്താ കാണുമ്പോൾ ഇത് ലബീബുവാ? ലബൂബൊക്കെ കണ്ട് അത് തല തിരിയണ കിട്ടി, ഓർഡർ ചെയ്ത്. അതെ. അപ്പോൾ ഓക്കെ, സാറിൽ എത്തിന് കാണാം. പക്ഷെ ഞാൻ ആദ്യമായിട്ടാട്ടെ ഈ വഴി കൂടെ വരുന്ന ഈ കടകളൊക്കെ കണ്ടത്. ഇത് വേറെ സ്ഥലമാണ്. സാറ് താഴെയാണല്ലേ? അപ്പോൾ നമ്മുടെ സുരേഷ് ചേട്ടൻ നമ്മളെ അത്രയും ദൂരത്തിൽ നിന്ന് ഇവിടം വരെ കൊണ്ടുപോയി. ജ്യോതിഷേട്ടൻ. അല്ല, ഞാൻ പേര് കേട്ടില്ല, നിങ്ങളോട് പറഞ്ഞ കേട്ട്. ജ്യോതിഷേട്ടൻ
നമ്മളിവിടെ എത്തിച്ചെന്ന്. സോ ഗൈസ്, ഇതാണ് റഫീനെ നമ്മൾ ട്രൈ ചെയ്യിപ്പിക്കാൻ പോകുന്നത്. റഫി ഇതിൽ സുന്ദരൻ ആയിരിക്കുന്നതാണ് നമ്മുടെ ബലമായ സംശയം. ഇതിങ്ങനെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാൻ എങ്ങനെ ഉണ്ടാവും. ബട്ടൺ തുറന്നിട്ട് അതല്ല ഇത് മതി, വെള്ള വേണ്ട, അത് മറ്റേ സാധനം പെണ്ണുങ്ങളുടേത്. കൊള്ളാല്ലേ? സെയിൽ. വേറൊരു കാര്യമുണ്ട്. എന്താ സംഭവം എന്നറിയോ? സെയിൽ വരുമ്പോൾ നമ്മളെപ്പോഴും ഓൺലൈനിൽ പോയി ചെക്ക് ചെയ്യണം. ഓൺലൈനിൽ സെയിലിൽ ഇതിനും ഓഫർ ഉണ്ടാവും. വീട്ടിലേക്ക് വരും. ഇത് മനാർക്ക് ഇട്ടാൽ പൊളിക്കും. മനാർക്ക് ഓൾറെഡി ഇങ്ങനെ തന്നിട്ട് കിട്ടില്ല. ഓട്ടുള്ള ആൾക്ക് ഇഷ്ടം. ക്ലാസ്സിനല്ലേ എത്രയായാലും ബ്ലൂവും വൈറ്റും എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് തന്നെയാണല്ലേ. നോക്കി വെറുതെ ഡമ്മിന് ഒരു അല്ലേ? വെള്ളിയാഴ്ച ദിവസം മുന്നേ ഇങ്ങനെ വരാം. ജുമാ മുബാറക്. ഒരു 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 ക്ലാസ് ഉണ്ടാവും നമ്മളിത് ഇട്ട് കഴിഞ്ഞാൽ. ഒരു വൃത്തി, പ്രത്യേകിച്ച് ആരുടെയും കൂടി ആകുമ്പോഴേ നമുക്ക് മനസ്സിൻ്റെ ഉള്ളിലൊരു കോൺഫിഡൻസ് വരും. അല്ല, അവൻ തുറന്നു വരട്ടെ. ആട് സിനിമ ഞാൻ ഇവിടെ നിന്ന് പഠിച്ചാണ്. നല്ല സ്വഭാവം മാത്രം ഞാൻ പഠിച്ചു. തിരിച്ച് കരാമയിൽ എത്തിയിരിക്കുകയാണ്. കാണാൻ വേണ്ടി വന്നതാണ്. സോ നമ്മള് തിരിച്ച് ദുബായ് മാളിൽ നിന്ന് കരാമയിലേക്ക് എത്തിയിരിക്കുകയാണ്. വീണ്ടും ഇവിടെ എത്തി. കരാമയുടെ മനുവങ്കിൾ ആയിക്കോട്ടെ. തിന്നാ കഴിഞ്ഞ കട്ട് ചെയ്ത് കഴിഞ്ഞ ആർക്കണ വിറ്റ് ഒരാളുണ്ട്. അപ്പുറത്ത് ഫുൾ കോഴികളുണ്ട്. ഒരു ഡസൻ കോഴികൾ അപ്പുറത്തുണ്ട്. കുറച്ച് ആൾക്കാരെ കുറിച്ച് പറഞ്ഞു. സോ ഗൈസ്, നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് തിരിച്ചെത്തി. എനിക്ക് നാളെ കാലത്ത് ഷൂട്ടുണ്ട്. അപ്പോൾ ഞാൻ പാക്കപ്പ് ആവുകയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഈ കോമഡികൾ ഉണ്ടെങ്കിൽ സൽമാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും. ഇവരെല്ലാവരും ഉണ്ടാവും കേട്ടോ. താങ്ക് യു സോ മച്ച്. ബൈ.